കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന സകലർക്കും സകലതും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഈ വ്യാഴാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് എന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദിവസം കർത്താവ് ഉണ്ടാക്കിയ ദിവസം, കർത്താവിൽ ഞാൻ നിങ്ങൾ സന്തോഷിക്കും. അതിനുള്ള നമ്മൾ പോലും ചിന്തിക്കാത്ത ചില വാതിലുകൾ കർത്താവ് തുറക്കാൻ പോവാണ്. യേശു പറഞ്ഞു, ഐ ആം ദ ഡോർ, ഐ ആം ദ വേ, ഐ ആം ദ ലൈഫ്. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഒരു സാധ്യതയില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് വലിയൊരു അത്ഭുത വാതിൽ ഇന്നത്തെ ദിവസം ജയത്തോടെ ആമേൻ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് ആമേൻ എനിക്ക് വേണ്ടി പറഞ്ഞേ, എനിക്ക് വേണ്ടി, ഇങ്കുവിന് വേണ്ടി ആമേൻ ഏറ്റവും നല്ലത് കർത്താവ്, ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഇന്ന് ഈ ദിവസം ഒന്ന് ഏറ്റെടുത്തേ, കണ്ടേ, കർത്താവിൽ ആമേൻ എനിക്ക് വേണ്ടി കർത്താവ് വലുതും വിശാലമായതും ഒരുക്കിയിട്ടുണ്ടെന്ന് ഏറ്റെടുക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ നന്മകൾ കൊണ്ട് നിറയ്ക്കും. ഇന്ന് ദൈവവചനത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ആമേൻ ഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക്. വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദർ ഇസ് നോ അതർ വേ, വേറെ ഒരു വഴിയില്ല. വചനം പറയാണ്, പൗലോസ് പറയാണ്, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക്. അത് ആമേൻ നമ്മളിന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ ആമേൻ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവും. ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ യേശു വേണം. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ അടുക്കൽ എത്താൻ പറ്റത്തില്ല. ആമേൻ. കാരണം എൻ്റെയും നിങ്ങളുടെ രക്ഷ ആമേൻ, എനിക്കും നിങ്ങളുടെയും ആമേൻ വിടുതൽ ആമേൻ രക്ഷ ലഭിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പം എനിക്ക് വേണ്ടിയ വില കൊടുത്തത് കർത്താവാണെങ്കിൽ ആ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇന്ന് ഈ ദിവസം ആമേൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ ആമേൻ അല്ലാത്തവർ ഈ പ്രോഗ്രാം കാണത്തില്ല. ഞാൻ നിങ്ങളും ആശ്രയിക്കുന്നത് യേശു യേശുവിലാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ചില വാതിലുകൾ, ചിന്തിക്കാത്ത ചില നന്മകൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവവചനം പറയാണ്, 25-ാമത്തെ വാക്യം പറയാണ്, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നോക്കിക്കേ, എൻ്റെയും നിങ്ങളുടെയും ആമേൻ കംപ്ലീറ്റ്. നോക്കിക്കേ, ഇനി അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. വചനം പറയാണ്, പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ ആമേൻ 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 എനിക്കും നിങ്ങൾക്കും വേണ്ട സകലതും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വചനം പറയാണ്, ആമേൻ എൻ്റെ രക്ഷ, ഹീസ് ഏബിൾ, അവൻ മതിയായവനാണ്. എനിക്ക് പിതാവിൻ്റെ അടുക്കൽ ദൈവസന്നിധിയിൽ എത്തുവാൻ യേശു ക്രിസ്തുവിലൂടെ പറ്റിയെങ്കിൽ എനിക്ക് വേണ്ടത് കർത്താവ് തന്നെ. ആമേൻ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു എനിക്ക് വേണ്ട സകലതും, ടോട്ടൽ ആമേൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് സകലതും, എനിക്ക് നിങ്ങൾക്ക് എന്തു വേണോ അത് മുഴുവനും ആ സാൽവേഷൻ്റെ അകത്ത്, രക്ഷയ്ക്കകത്ത്, ഈ ഭൂമിയിൽ വേണ്ടത് ആമേൻ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ദൈവസന്നിധിയിൽ വേണ്ടത്, സ്വർഗത്തിൽ വേണ്ടതും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് പുത്രനിലൂടെയാണ്. പുത്രനെ വില കൊടുത്താണ് ദൈവം നമുക്ക് വേണ്ടി ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇന്നത് കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, ആമേൻ നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാവുന്നു. പൂർണ്ണമായും, ഇടയ്ക്കിടയ്ക്ക് കൈവിടുന്നവനല്ല. ആമേൻ ടോട്ടലി, കംപ്ലീറ്റ്ലി കർത്താവ് നമ്മുടെ മേലുള്ള സകലതും ആമേൻ നോക്കി, നമ്മുടെ ഏറ്റവും അവസാനം എന്ന് പറയുന്ന എറ്റേണിറ്റിയാണ്. ആമേൻ ആ നിത്യത വരെയുള്ള രക്ഷ ദൈവം യേശു ക്രിസ്തുവിലൂടെ. നോക്കിക്കേ, യേശു നമുക്ക് കാണിച്ചു തന്നത് പിതാവെന്ന് പറയുന്ന ഒരാളുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് യേശു കാണിച്ചു തന്നെങ്കിൽ അത് യേശുവിലൂടെ മാത്രമേ പിതാവിൻ്റെ സ്നേഹത്തെ, നമ്മോടുള്ള സ്നേഹത്തെ കാണാൻ
കാണാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നെങ്കിൽ ആമേൻ, നിനക്ക് വേണ്ട സകലതും അവൻ രക്ഷിച്ചെങ്കിൽ, ഈ ആമേൻ കർത്താവിനെ വില കൊടുത്ത് എന്നെ നിങ്ങളെ രക്ഷിച്ചെങ്കിൽ സകലതും അവൻ മുഖാന്തരം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ഇന്ന് ഈ വ്യാഴാഴ്ച ഇത് കേൾക്കുമ്പോൾ ആമേൻ, ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് അടിച്ചിരിക്കുകയാണോ, സംശയിച്ചിരിക്കുകയാണോ, എൻ്റെ കാര്യം എന്തായിത്തീരും, പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു പൗലോസ് എബ്രായ സഭയോട് ആമേൻ വിശ്വസിക്കുന്നത്. എബ്രായർക്കെഴുതിയിൽ എങ്ങനെ എഴുതിയിരിക്കുന്ന പൗലോസ് എഴുതിയതാണെന്നാണ് വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ആമേൻ വചനം പറയാണ്, അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നിൻ്റെ തലമുറയെ, നിൻ്റെ ആരോഗ്യത്തെ, ഈ ഭൂമിയിൽ ആമേൻ നിനക്ക് വേണ്ട സകലതും. ആമേൻ. ധൈര്യത്തോടെ ഇരിക്കുക, ഭാരപ്പെടരുത്. കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ഇന്ന് ഒന്ന് വിശ്വസിച്ച് ആമേൻ. ഇടയ്ക്ക് കൈവിട്ടിട്ട് പോകുന്നവനല്ല. ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ച് ഞാനെല്ലാം നേടിക്കോളാം, ഒരിക്കലും ഒന്നും നേടാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിലൂടെ യേശു ചെയ്തത് വിശ്വസിച്ച് പിതാവിൻ്റെ അടുക്കൽ ചെന്ന അവൻ എന്നെ നിങ്ങളെയും സേവ് ഫോർ എവർ എന്നേക്കുമായിട്ടാണ് രക്ഷിച്ചത്. ഇനിയും കൈവിടാൻ കർത്താവിന് പറ്റത്തില്ല. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. എന്നേക്കുമായി നീ തീരത്തില്ല, നീ അനേകർക്ക് അനുഗ്രഹമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ആ എന്നെ വിടുവിച്ചത്, എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ രക്ഷിച്ചത് ഫോർ എവർ എന്നേക്കുമായി, ടോട്ടലി കംപ്ലീറ്റ്ലി, ഇനി ഒരു ശകലം പോലും മിച്ചം വെച്ചിട്ടില്ല. നിന്നെ പൂർണ്ണമായി അവൻ രക്ഷിപ്പാൻ പ്രാപ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പോൾ എൻ്റെ ധൈര്യം യേശുവിലൂടെ എനിക്ക് പിതാവിൻ്റെ സ്നേഹത്തെ കാണാൻ പറ്റി. കർത്താവെ, ഇന്നത്തെ ദിവസം ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കഴിവോ എൻ്റെ എന്തോ അല്ല ഞാൻ കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്നത്. കർത്താവ് എന്നെ നിർത്തിയതാണ്. കർത്താവ് എന്നെ രക്ഷിച്ചു. കർത്താവ് എന്നെ നടത്തി. കർത്താവ് എന്നെ കരുതി. കർത്താവ് ഇന്നിത് കേൾക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ ആ സമർപ്പണത്തോടു കൂടി എന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ എൻ്റെ യേശു പ്രാപ്തനാണ്. അത് ഞാൻ വിശ്വസിക്കുന്ന അപ്പ, എന്നെ ഏൽപ്പിക്കുന്നു. ആമേൻ. കർത്താവെ, അങ്ങ് ഇത്രത്തോളം നടത്തിയെങ്കിൽ ഇനിയും നടത്താൻ അങ്ങ് മതിയായവനാണ്. താങ്ക് യു ജീസസ്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ അപ്പോൾ ചില കാര്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ ആ ഭാരമായിരിക്കുന്ന വിഷയത്തിൻ്റെ അത് വലിയൊരു വിടുതൽ നടക്കട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ചില ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. എന്നെ കർത്താവ് ചില സംശയത്തോടെ ഇരിക്കുന്നവരുണ്ട്. ആ സംശയം മാറ്റുന്ന നിലയിൽ ചില വാതിൽ ഇന്ന് ഈ വ്യാഴാഴ്ച കർത്താവെ അങ്ങ് തുറന്നതിനായി സ്തോത്രം. ആർക്കും അടയ്ക്കാൻ മേലാത്ത വാതിൽ ഈ 20-ാം തീയതി കർത്താവ് അങ്ങ് തുറന്നതിന് നന്ദി പറയുന്നപ്പ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് വലിയവ ചെയ്തതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസത്തിന് ആ രക്ഷയുടെ വലിപ്പം കാണിക്കുന്ന ചില അടയാളങ്ങൾ കർത്താവ് ചെയ്തതിനായി നന്ദി. എൻ്റെ ജീവിതത്തിൽ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ കർത്താവ് പൂർണ്ണമായി രക്ഷിച്ച ഞാൻ നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ചാടി എഴുന്നേറ്റേ. കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. ആരോഗ്യമൊക്കെ കർത്താവ് തരുവന്നേ. ആമേൻ. രോഗിയായിട്ടിരിക്കാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ട സകലതും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ ഒരു കമൻറ്റുകളൊക്കെ ഇടാം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും രണ്ടിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. നാളെ വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.